പരീക്ഷയ്ക്ക് വരുന്ന ഒരു പക്ക ഷോർട്ട് ക്വസ്റ്റ്യൻ തരട്ടെ. താ നോക്കിക്കോ. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ. നെയിം ടു സോഴ്സ് ഓഫ് എനർജി അസിസ്റ്റഡ് ദ ഫോർമേഷൻ ഓഫ് ബയോമോളിക്യൂൾ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിമിറ്റീവ് സെൽ? അല്ലെ, ആദ്യമ അന്തരീക്ഷത്തെ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്, ആൻഡ് ജീവന്റെ ഉത്ഭവത്തിൽ പ്രാകൃത കോശത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം, പ്രിമിറ്റീവ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ഹൈ ടെമ്പറേച്ചർ. അല്ലെ, അന്നത്തെ കാലത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. നോ ഫ്രീ ഓക്സിജൻ, ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജന്, മീത്തേന്, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലത്തെ വാതകങ്ങളായിരുന്നു ആദ്യം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോൾ അതേതായിരുന്നു ഉണ്ടായിരുന്നത്? അത് നമുക്ക് സെറ്റാക്കാം. സൺലൈറ്റ്, ലൈറ്റ്നിങ്, സൂര്യപ്രകാശം, മിന്നൽ, അതുപോലെ വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിരുന്നു. ആൻഡ് പ്രിമിറ്റീവ് സെല്ലിന്റെ പ്രാധാന്യം എന്താ? ഇറ്റ് ഈസ് capable of self-replication with a nucleic acid and a lipid sheath, first form of life leading to evolution of more complex organism. അതൊരൊറ്റ സെല്ലാണ്, ഒരു കൊഴുപ്പ് ആവരണം, ഉള്ളിൽ ന്യൂക്ലിക് ആസിഡേ ഉള്ളൂ. പക്ഷെ എന്താ കഴിവ്? അതിന് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാം, സ്വയം വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് എവല്യൂഷനിലേക്ക് നയിച്ചത്, പരിണാമത്തിലേക്ക് നയിച്ചത്. സോ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവിലാണ് കാണുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്. ബൈ.